അങ്ങനെ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ക്രിസ്മസ് ആണ് കേട്ടോ. ക്രിസ്മസ് കഴിയുമ്പോഴേക്കും ഈ ക്രിസ്മസ് ട്രീ എടുത്ത് മടക്കി വെക്കും. അല്ല, ന്യൂ ഇയർ ഒക്കെ കഴിയുമ്പോഴേക്കും. അതിനുശേഷം വീണ്ടും ഓരോ ക്രിസ്മസിനും ഇങ്ങനെ എടുക്കും. ഇതിപ്പോ മൂന്നാമത്തെ ക്രിസ്മസ് ആട്ടോ ഈ ക്രിസ്മസ് ട്രീ ഉപയോഗിക്കണം. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പുൽക്കൂടൊക്കെ ഇല്ലേ, അതൊക്കെ മേടിക്കണമെന്നുണ്ട്. പിന്നെ സാന്റ ഇല്ലേ, ഇങ്ങനെ പാട്ട് പാടുന്ന സാന്റേനൊക്കെ കിട്ടും. ചൈനീസ് സ്ക്വയറിലൊക്കെ, ചൈനീസ് മോളുകളിലൊക്കെ വിലക്കുറവുണ്ട്. 3000 ഷില്ലിങ്സിനൊക്കെ കിട്ടുവേ. നാട്ടിൽ 1500 രൂപയ്ക്ക് കിട്ടും. അവരുടെ മേടിക്കണമെന്നുണ്ട്, അവിടെ ഇല്ല. എന്താവും. പിന്നെ എന്തായാലും നമ്മുടെ കയ്യിൽ ക്രിസ്മസ് ട്രീ ഉള്ളതുകൊണ്ട് അത് റെഡിയാക്കി വെക്കും കേട്ടോ. ഈ ക്രിസ്മസ് ട്രീക്ക് 1000 സംതിങ് രൂപയുള്ളൂ. പൊജി റെഡിയാക്കിട്ടുണ്ട്. അതാ പൊജി ഇതിങ്ങനെ ശരിയാക്കി ഇങ്ങനെ 1500 ഷില്ലിങ്സ് ഒക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മേടിക്കാം. ഇതിങ്ങനെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇപ്പൊ എല്ലാം വിടർന്നില്ല. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇങ്ങനെ നിവർത്തി ഇങ്ങോട്ട് താഴത്തോട്ട് വെക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു മിതമായ രീതി ഇങ്ങനെ പൊക്കി പൊക്കി വെക്കാം. ഏത് രീതിയിലും അഡ്ജസ്റ്റബിൾ ആക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പുഞ്ചിയുടെ ബർത്ത്ഡേ ക്രിസ്മസ് പുഞ്ചിയുടെ ബർത്ത്ഡേ വന്നത് ഓൾമോസ്റ്റ് ക്രിസ്മസിനാണ്. 23-ാം തീയതി പുഞ്ചിയുടെ ബർത്ത്ഡേ. അല്ല, ക്രിസ്മസ് 25-ാം തീയതി, 23-ാം തീയതി പുഞ്ചിയുടെ ബർത്ത്ഡേ. അപ്പൊ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ടേ. പൊഞ്ചി കൊണ്ട് എനിക്ക് തൊപ്പിയൊക്കെ വെച്ചിരുന്നേ കേട്ടോ. ഈ തൊപ്പി ഞാൻ പൊഞ്ചിക്ക് മേടിച്ച. പൊഞ്ചി ക്രിസ്മസ് പറയുമ്പോഴേക്കും ഫെസ്റ്റീവ് അല്ലേ? But it's too big. It's covering my eyes. Oh. So it's for you. ഇപ്പുറത്ത് വാ, എന്നിട്ട് തൂക്ക്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഫെസ്റ്റീവ് സീസൺസിന്റെ ആരംഭമാണ്. ഓ, നല്ല രസം. എനിക്ക് ക്രിസ്മസ് ഭയങ്കര ഇഷ്ടാട്ടോ. ക്രിസ്മസ് നല്ല സൂപ്പർ. ക്രിസ്മസ് നാട്ടിലും നമ്മുടെ കേരളത്തിലെ വീട്ടുകളിലൊക്കെ ഡെക്കറേഷൻ ചെയ്യൂലേ, പുൽക്കൂട് വരെ വെക്കും. പശു പുൽക്കൂട് വരെ വെക്കും എല്ലായിടത്തും. ഹിന്ദുന്നോ ക്രിസ്ത്യാനിന്നോ ഒന്നുമില്ല, നമ്മളെല്ലാരും ഡെക്കറേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പൊ എനിക്കിഷ്ടമാണ്. കുഴപ്പമില്ല. കൊറേ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം കൊറേയൊക്കെ പിള്ളേരൊക്കെ എടുത്തിട്ട് പോയി. കഴിഞ്ഞ പ്രാവശ്യം ഹദീജയൊക്കെ കൂടെ ആയിരുന്നു റെഡിയാക്കി. അപ്പൊ അവര് റെഡിയാക്കിയപ്പോ അവര് കുറെ സാധനമൊക്കെ എടുത്ത് കളിച്ചപ്പോ കുറെയൊക്കെ പോയി. ഇനി നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് സാധനങ്ങളില്ലേ, ഡെക്കറേഷൻ സാധനങ്ങൾ മേടിച്ച് തൂക്കാൻ പറ്റും.